ഗുഡ് മോർണിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് ആണ്. അനോമലീസ് എന്നൊരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നതിനാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് എന്ന് പറയുന്ന ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. EMH അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിനകത്ത് വേൾഡിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് മാർക്കറ്റുകളെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും സെക്യൂരിറ്റിയുടെ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് അതേ രൂപത്തിൽ തന്നെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ഡിമാൻഡ് സെക്യൂരിറ്റിയുടെ ഡിമാൻഡ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. അത് സെക്യൂരിറ്റി പ്രൈസ് കൂടാനും കുറയാനും കാരണമാകും എന്നുള്ള ആ ഒരു തിയറിയാണ് നമ്മൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർക്കും അവരുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ മാർക്കറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് വേൾഡിൽ സംഭവിക്കുന്ന അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും ഈ ഒരു മാർക്കറ്റിനകത്ത് അതിൻ്റെ ഡിമാൻഡിനും സപ്ലൈക്കകത്ത് സംഭവിക്കും എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഈ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിന് എതിരായിട്ട് ചില സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ചില ഷെയർസുകൾ അല്ലെങ്കിൽ ചില സെക്യൂരിറ്റീസ് പ്രതികരിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാകുന്ന സമയത്ത് ചില ഷെയർസ് അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്വേർഡ് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺവേർഡ് ആവുന്ന സമയത്ത് സെക്യൂരിറ്റീസ് അപ്വേർഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് അപ്വേർഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്ന സെക്യൂരിറ്റീസ് അതിനൊക്കെയാണ് അനോമലീസ് എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രേഞ്ച് തിങ്സ് സംഭവിക്കുകയാണെങ്കിൽ അതിനാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. ഈ അനോമലീസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ അനോമലീസ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്നിക്കൽ അനോമലീസ് ഉണ്ട്, കലണ്ടർ ഓർ സീസണൽ അനോമലീസ് ഉണ്ട്. ഈ അനോമലീസ് ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെൻ്റൽ അനോമലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടമെൻ്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും അതേപോലെ തന്നെ ഈ രണ്ട് അനാലിസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്രകാരം നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസും അല്ലെങ്കിൽ അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനീസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനോമലീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി അവർ ശരിക്കും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ആ ഷെയർസ് ഫ്യൂച്ചറിൽ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അതൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അതിനെയാണ് ഫണ്ടമെൻ്റൽ അനോമലീസ് എന്ന് പറയുന്നത്. ഇനി അത് നേരെ തിരിച്ചുമാകും. ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനീസ് പക്ഷേ അതിൻ്റെ സെക്യൂരിറ്റി പ്രൈസ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫണ്ടമെൻ്റൽ അനോമലീസ് എന്ന് പറയാം. അതേപോലെ തന്നെ ടെക്നിക്കൽ അനോമലീസ് എന്ന് പറഞ്ഞു ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം നമ്മൾ കണ്ടെത്തിയിട്ട് ചിലപ്പോൾ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ആയിരിക്കും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെക്യൂരിറ്റി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിഫ്ലക്ഷനാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആണ് കാണുന്നതെങ്കിൽ അതിനെയാണ് ടെക്നിക്കൽ അനോമലീസ് എന്ന് പറയുക. അത് നേരെ തിരിച്ചും കാണിക്കാം. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡൗൺ മൂവ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ആക്ച്വലി മാർക്കറ്റിനകത്ത് അത് വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനോമലീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കലണ്ടർ ഓർ സീസണൽ അനോമലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനോമലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രേഞ്ച് തിങ്സ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് കലണ്ടർ ഓർ സീസണൽ അനോമലീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനോമലീസ് ഉണ്ട്. അതായത് കലണ്ടർ എഫക്ട്സ് എന്ന് നമ്മളതിനെ കോമൺ ആയിട്ട് വിളിക്കാറുണ്ട്. ഈ സീസണൽ അനോമലീസിനെ അല്ലെങ്കിൽ കലണ്ടർ അനോമലീസിനെ കലണ്ടർ എഫക്റ്റുകൾ എന്ന് പറയാറുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് മൺഡേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്കറിയാം ട്രേഡിംഗ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ഉണ്ടാവുക. സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഈ സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ഡേയ്സ് കഴിഞ്ഞ് വരുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയുക. ദെൻ മൺഡേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റോക്കിൻ്റെയും പ്രൈസ് കുറയാനാണ് സാധ്യത. അതായത് എല്ലാ മൺഡേയ്സിലും ഷെയറിൻ്റെ പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് എല്ലാ സമയങ്ങളിലും കുറഞ്ഞു വരുന്ന ഒരു ഡിക്രീസ് ആയിരുന്നു. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ട്രെൻഡ് കാണിക്കാറുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത് സാറ്റർഡേ ഓർ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേയും അതേപോലെ തന്നെ സൺഡേയും വീക്കെൻഡ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ദിവസമായത് കൊണ്ടാണ് അതിന് ആ ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയുക. അതേപോലെ തന്നെ ടേൺ ഓഫ് ദി മന്ത് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാസത്തിൻ്റെ അവസാനത്തിലും അതേപോലെ തന്നെ നെക്സ്റ്റ് 3 ഡേയ്സിലും, അതായത് തൊട്ടടുത്ത മാസത്തിന് നെക്സ്റ്റ് 3 ഡേയ്സിലും ഒരു അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ട്രെൻഡ് കാണിക്കാറുണ്ട്. അതിനെയാണ് ടേൺ ഓഫ് ദി മന്ത് എഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടേൺ ഓഫ് ദി ഇയർ എഫക്റ്റും ഉണ്ട്. ഇത് ടേൺ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ, അതായത് ഡിസംബറിൻ്റെ ലാസ്റ്റ് വീക്കിൽ പ്രൈസസ് ഒക്കെ ഹൈ ചെയ്യുക, അതായത് സെക്യൂരിറ്റി പ്രൈസസ് ഒക്കെ ഹൈ ചെയ്യുക. ഇത് ജനുവരിയിൽ കൂടി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ഒരു ഹയർ പ്രൈസ്, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ടേൺ ഓഫ് ദി ഇയർ എഫക്റ്റ് എന്ന് പറയുക. ജനുവരി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നതാണ്. ഈ ഡിസംബറിൽ അവസാനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് ജനുവരിയുടെ ആദ്യത്തെ 2 ആഴ്ചകൾ കൂടി അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ കൂടി അത് കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ ജനുവരി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഹോളിഡേ എഫക്റ്റ് എന്ന് പറയാറുണ്ട്. ഹോളിഡേ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് വീക്കിൽ, അതായത് മൺഡേ ടു ഫ്രൈഡേ വരുന്ന ട്രേഡിംഗ് വീക്കിനകത്ത് ഏതെങ്കിലും ദിവസങ്ങൾ
എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഹോളിഡേ വരികയാണെങ്കിൽ ആ ഹോളിഡേയുടെ തൊട്ട് തലേ ദിവസം അതേപോലെ തന്നെ അത് ഹോളിഡേ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ദിവസങ്ങളിലും ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഹോളിഡേ എഫക്റ്റ് എന്ന് പറയും. ഈ ഹോളിഡേ എഫക്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കലണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ അനുസരിച്ചിട്ട് അവിടെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് കലണ്ടർ എഫക്റ്റ് എന്ന് പറയുക. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും 5 പറഞ്ഞ വീക്കെൻഡ് എഫക്റ്റ്. വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായർ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മൺഡേയിൽ സെക്യൂരിറ്റി പ്രൈസസ് ഒക്കെ കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ അന്ന് ക്ലോസ് ചെയ്യുന്ന മൺഡേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രൈസസ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയുക. ടേൺ ഓഫ് ദി മന്തും ടേൺ ഓഫ് ദി ഇയറും ഉണ്ട്. മാസത്തിൻ്റെ അവസാനത്തിലും അതേപോലെ തന്നെ വർഷത്തിൻ്റെ അവസാനത്തിലൊക്കെ സെക്യൂരിറ്റി പ്രൈസ് ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതിനെയാണ് നമ്മൾ ടേൺ ഓഫ് ദി മന്ത് അല്ലെങ്കിൽ ടേൺ ഓഫ് ദി ഇയർ എഫക്റ്റ് എന്ന് പറയാം. ടേൺ ഓഫ് ദി ഇയർ എഫക്റ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജനുവരിയിൽ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വർഷം തുടങ്ങുന്ന ജനുവരി മാസത്തിൽ ആ മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ ടേൺ ഓഫ് ദി ഇയർ എഫക്റ്റ് ആയിട്ടുള്ള ഡിസംബർ ലാസ്റ്റ് വീക്കിലുള്ള ആ ഒരു എഫക്റ്റ് ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ഒക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ജനുവരി എഫക്റ്റ് എന്ന് പറയുന്നത്. ഹോളിഡേ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് ഡേയ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഹോളിഡേ വരികയാണെങ്കിൽ അവിടെ ചില സമയങ്ങൾ അവിടെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനാണ് നമ്മൾ ഹോളിഡേ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റു 2 തരത്തിലുള്ള എഫക്റ്റുകൾ കൂടിയുണ്ട്. ഒന്ന് സൈസ് എഫക്റ്റ് ആണ്. സൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലിറ്ററേച്ചറിനകത്ത് ഇപ്പോൾ ചില സ്മോളർ ആയിട്ടുള്ള ഫേംസ് അല്ലെങ്കിൽ സ്മോളർ വാല്യൂ ഉള്ള സെക്യൂരിറ്റീസ് അവർ പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അതിൻ്റെ പ്രൈസസ് നന്നായിട്ട് കൂടാറുണ്ട്. അതിനാണ് സൈസ് എഫക്റ്റ് എന്ന് പറയുക. മറ്റു ലാർജർ ഫേംസ് ഒക്കെ നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത് സ്മോളർ സൈസിലുള്ള ഫേംസ് അവരുടെ സെക്യൂരിറ്റീസ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ അതിനാണ് സൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഒരു വലിയ കമ്പനി, ആ വലിയ കമ്പനി അവരുടെ ഷെയർസ് വളരെ ചെറിയ രീതിയിലൊക്കെ ഒരു അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ചെറിയ കമ്പനീസ് അവരുടെ ഷെയർസ് ഒരു ലാർജർ ആയിട്ടുള്ള എഫക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെയാണ് നമ്മൾ സൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ മൊമെൻറ്റം എഫക്റ്റ് ആണ്. മൊമെൻറ്റം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഷെയർ പ്രൈസ് മൂവ് ചെയ്യാറുള്ളത് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരെ അവരൊരു അപ്പ് മൂവ്മെൻറ്റ് കാണിക്കും, അതിനുശേഷം ഡൗൺ മൂവ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അപ്പ് മൂവ്മെൻറ്റും ഡൗൺ മൂവ്മെൻറ്റും ആയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രൈസിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ഇത് ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് മൂവ് ചെയ്ത് ഒരു ലിമിറ്റ് എത്തി കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് താഴേക്ക് വന്ന് അവിടുന്ന് ശരിക്ക് മൂവ്മെൻറ്റ് ആയിരുന്നു ഉണ്ടാവേണ്ടത്, പക്ഷേ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തിട്ട് താഴേക്ക് വരിക. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള മൂവ്മെൻറ്റിനെയാണ് മൊമെൻറ്റം എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് താഴേക്ക് വരേണ്ടത് അതിന് പകരം മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് വരുന്നതിന് പകരമായിട്ട് അത് താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള എഫക്റ്റിനെയാണ് മൊമെൻറ്റം എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഏത് തരത്തിലായാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സൈക്കോളജിയാണ് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഏത് തരത്തിലായാലും ഓരോ ഇൻവെസ്റ്ററും അവരുടെ സൈക്കോളജി ഡിഫറൻ്റ് ആയിരിക്കും. മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഓരോ ഇൻവെസ്റ്ററുടെയും അവരുടെ സൈക്കോളജി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അഫക്റ്റ് ചെയ്യുന്ന സൈക്കോളജി അതിനെ പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്ററുടെ സൈക്കോളജി അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തും ഇൻവെസ്റ്റേഴ്സ് അവർ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് മാർക്കറ്റിനെ കുറിച്ചൊക്കെ അനാലിസിസ് നടത്തിയിട്ടുണ്ടാകും. പക്ഷേ അവിടെ അവരുടെ സൈക്കോളജി എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന സമയത്ത് അവരുടെ സൈക്കോളജി എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു, ആ കാര്യത്തിനെയാണ് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് സൈക്കോളജി വൈൽ മേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ സൈക്കോളജി ഇൻവെസ്റ്റർ സ്വാധീനിക്കുന്നത്, അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുക. ഈ ബിഹേവിയറൽ ഫിനാൻസിൻ്റെ കൺസെപ്റ്റുകൾ പ്രധാനമായിട്ടും 5 തരത്തിലാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ മെൻ്റൽ അക്കൗണ്ടിംഗ് ആണ്. മെൻ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും മാർക്കറ്റ് എന്തോ ആയിക്കോട്ടെ, അപ്പ് മൂവ്മെൻറ്റോ ഡൗൺ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, അവരൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് വെച്ചുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മെൻ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഹെർഡ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ മാർക്കറ്റിനകത്തുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ ചെയ്തു, ബാക്കിയുള്ളവർ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. വേറൊരു ഇൻവെസ്റ്റർ എന്താണോ ചെയ്യുന്നത് അത് നോക്കിയിട്ട് അതേപോലെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിനകത്തുള്ള മറ്റു ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യുക, ഇനി സെല് ചെയ്യുകയാണെങ്കിൽ സെല് ചെയ്യുക. അവർ ആ കൂട്ടത്തിനനുസരിച്ച് അവർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഇമോഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ആളുകളുടെ ഇമോഷൻ അനുസരിച്ച് ആൻസിറ്റി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് ഫിയർ വരുന്ന സമയത്ത് അവർ ആ ഒരു സമയത്ത് അവർ മാർക്കറ്റിനകത്ത് ചിലപ്പോൾ വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക. ആ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ
ഇമോഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു ആൻസൈറ്റി കൊണ്ട് ഏതെങ്കിലും ഒരു ഷെയർ ബൾക്കായിട്ട് വാങ്ങിക്കുക, അതിനൊരു അല്ലെങ്കിൽ ബൾക്കായിട്ട് ഉണ്ടായിരുന്ന ലോസിൽ നിൽക്കുന്ന സമയത്ത് ബൾക്കായിട്ട് വിൽക്കുക, ഇതൊക്കെ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ആയിക്കൊണ്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ശരിക്കും ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷനെ ബിലീവ് ചെയ്യാതെ അവരുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ അവർ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ആങ്കറിങ് എന്ന് പറയുക. ഇപ്പോൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമായിരിക്കും, പക്ഷേ അവരത് വിശ്വസിക്കാതെ അവർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ശരി എന്നുള്ള ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ സെൽഫ് ആട്രിബ്യൂഷനാണ്. സെൽഫ് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ അവർ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെൽഫ് സ്കിൽ എടുത്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനാണ് സെൽഫ് ആട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും ബിഹേവിയറൽ ഫിനാൻസ് 5 കൺസെപ്റ്റുകളാണ്. ഒന്ന് മെൻ്റൽ അക്കൗണ്ടിങ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഫർമേഷൻസ് കുറിച്ചോ ഒന്നും കൺസിഡർ ചെയ്യാതെ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ മെൻ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഹെർഡ് ബിഹേവിയർ ആണ്. അതായത് കൂട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നതിനെ, അതായത് ബാക്കിയുള്ളവർ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ മൂവ് ചെയ്യുന്ന അതിനെയാണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇമോഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനനുസരിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനാണ് ഇമോഷണൽ ഗ്യാപ്പ് എന്ന് പറയുക. ആൻഡ് ഫോർത്ത് വൺ ആങ്കറിങ് ആണ്. ആങ്കറിങ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യുക. അതായത് യഥാർത്ഥത്തിൽ അവർക്ക് ട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, മാർക്കറ്റ് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ അവരുടെ കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ സെൽഫ് ആട്രിബ്യൂഷൻ ആണ്. സ്വന്തം കഴിവ് കൂടുതലാണ് അല്ലെങ്കിൽ സ്വന്തം നോളജ് കൂടുതലാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് അവർ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് ബിഹേവിയറൽ ഫിനാൻസിനകത്ത് വരുന്നത്. ഇനി ബിഹേവിയറൽ ഫിനാൻസ് തിയറീസ് ആണ് അതിനകത്ത് വരുന്നത്. പ്രധാനമായിട്ട് ഫസ്റ്റ് വൺ വരുന്നത് പ്രോസ്പെക്ട് തിയറിയാണ്. പ്രോസ്പെക്ട് തിയറി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 1979 ടവസ്കി ആൻഡ് കാൻമാൻ ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഈ തിയറിക്കകത്ത് പറയുന്നുള്ളത് അൺസർട്ടൈനിറ്റി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അൺസർട്ടൈനിറ്റി സിറ്റുവേഷൻ മാർക്കറ്റിനകത്ത് വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിക്കകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇവിടെ കൃത്യമായിട്ട് മാർക്കറ്റിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തും, അവിടെയുള്ള റിസ്കിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അൺസർട്ടൈനിറ്റിയെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്തും. ദെൻ അവർ എല്ലാ സമയങ്ങളിലും ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അത് എല്ലാ ഇൻവെസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്, അവർ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുക. ഇവിടെ ഈ തിയറിക്കകത്ത് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു തിയറി പ്രകാരം ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് ലോസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അവിടെ അദ്ദേഹം ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, ആളുകൾക്ക് ഒരു 1000 രൂപ നഷ്ടമുണ്ടാകുന്നതും അതേപോലെ തന്നെ ഒരു 2000 രൂപ ലാഭത്തിൽ വന്നിട്ട് പിന്നെ ഒരു 1000 രൂപ നഷ്ടമാകുന്നു. ഇങ്ങനെ 2 സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആളുകൾ കൂടുതലായിട്ട് അതിനെ ഫിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസിനെ ഫിയർ ചെയ്യുന്നത് രണ്ടാമത്തെ സിറ്റുവേഷൻ ആയിരിക്കും. 2000 രൂപ ലാഭം കിട്ടിയിട്ട് പിന്നെ 1000 രൂപ നഷ്ടമാകുന്നതായിരിക്കും അവർക്ക് ലോസിനെ അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. രണ്ടിൻ്റെയും എഫക്റ്റ് സെയിം ആണ്. ആദ്യം നേരെ 1000 രൂപ ലോസ് ആവുന്നതും അതേപോലെ തന്നെ 2000 രൂപ ലാഭം ഉണ്ടായിട്ട് പിന്നെ 1000 രൂപയിലേക്ക് നഷ്ടത്തിൽ വരുന്നു. രണ്ടും യഥാർത്ഥത്തിൽ അവരെ റിഫ്ലക്ട് ചെയ്യുന്നത് 1000 രൂപയാണ് അവർക്ക് നഷ്ടമുള്ളത്. പക്ഷേ ഈ 2 സിറ്റുവേഷൻ എടുത്ത് നോക്കുന്ന സമയത്തും അവർക്ക് കൂടുതലായിട്ട് ഫിയർ ഓഫ് ലോസ് അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ളൊരു ആൻസൈറ്റി ഉണ്ടാകുന്നത് രണ്ടാമത്തെ സിറ്റുവേഷനിലാണ്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവർ 2000 രൂപ ലാഭത്തിൽ വന്നിട്ട് 1000 രൂപ നഷ്ടമായല്ലോ എന്നുള്ള ചിന്താഗതി. പക്ഷേ അവരുടെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ 2 തരത്തിൽ നിന്ന് അല്ലെങ്കിൽ 2 സിറ്റുവേഷനിലും അവരുടെ ലോസ് എന്ന് പറയുന്ന 1000 ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത് എങ്ങനെയാണ് അൺസർട്ടൈനിറ്റി ഉണ്ടാകുമ്പോൾ ഒരു ഇൻവെസ്റ്റർ അതിനോട് പ്രതികരിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ് പ്രോസ്പെക്ട് തിയറി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൈനിറ്റി, രണ്ടാമത്തെ തിയറിയാണ്. അതിനകത്ത് 2 തരത്തിലുള്ള തിയറീസ് പറയുന്നുണ്ട്. ഒന്ന് ഓവർ കോൺഫിഡൻസ് ആണ്. ആളുകൾ അവരുടെ ഓവർ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഫ്യൂച്ചറിൽ ഇന്നത് സംഭവിക്കും, ഇന്ന കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അതിനെയാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫിയർ ഓഫ് റിഗ്രറ്റ് ആണ്. ഫിയർ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള കാര്യം വെച്ചിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, പക്ഷേ അത് യഥാർത്ഥത്തിൽ തെറ്റാവുകയും അവർക്ക് നഷ്ടം വരുന്ന സമയത്ത് അവരത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ ഫിയർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഈ ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൈനിറ്റിക്കകത്ത് പ്രധാനമായിട്ടും 2 കൺസെപ്റ്റുകളാണ്. ഒന്ന് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് അവർ കൂടുതലായിട്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇനി അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് ഫിയർ ഓഫ് റിഗ്രറ്റ് വരികയാണ്. അതിൽ തെറ്റായിട്ട് അങ്ങനെ സംഭവിച്ച് അവർക്ക് നഷ്ടം വരികയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പെയിൻ ഓഫ് റിഗ്രറ്റ് ഉണ്ടാവുക. അതിനെയാണ് ഫിയർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. സ്വന്തം അറിവ് വെച്ചുകൊണ്ട് ഓരോ വ്യക്തികളും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. മാർക്കറ്റിലെ ഇൻഫർമേഷൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ സ്വന്തം അറിവാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് 3 വരുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ്നെസ്, അതായത് അതിനകത്ത് പറയുന്നത്
ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, ഒരു കാര്യം അവർ അറിഞ്ഞു അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ബേസിൽ അവർ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് തന്നെ കോളേജിലെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻ്റ് ആണുള്ളത്, എല്ലാ കാര്യങ്ങളിലും അപ്പ് മൂവ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ള ആ രീതിയിലുള്ള റെപ്രസെൻറ്റേറ്റീവ്നെസ് അതിനെയാണ് നമ്മൾ ആ ഒരു പിന്നെ തരത്തിൽ ഈ ഒരു തിയറിക്കകത്ത് പ്രതിപാദിക്കുന്നത്. ദെൻ അതിനകത്ത് സെക്കൻഡ് വൺ ആണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും പിന്നെ ഒരു ലൈക്ലിഹുഡ് അങ്ങനെ തന്നെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ പറയുന്ന പോലെ അവിടെ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇവിടെയും അങ്ങനെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ സാധ്യതകൾ വെച്ചുകൊണ്ട് പറയുന്ന ആ ഒരു തിയറിയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ആങ്കറിങ് എന്ന് പറയുന്നത്, ആങ്കറിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പിന്നെ ആക്ച്വലി യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻസിനെ എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് സ്വയം ഉള്ള ആ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർ നേരത്തെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിനാണ് ആങ്കറിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ഇന്യൂമറസി ആണ്. ഇന്യൂമറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി കാര്യങ്ങൾ അറിയാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു അപര്യാപ്തത മൂലം അല്ലെങ്കിൽ അതിൻ്റെ ഇല്ലിറ്ററസി മൂലം കാര്യങ്ങളിൽ ഉള്ള വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ മുമ്പിലുള്ള ഇൻഫർമേഷൻസ് മാത്തമാറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ അതിനെ റീസണിങ് ചെയ്യാൻ പറ്റാതെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ അതിൽ തെറ്റായിട്ട് റീസണിങ് നടത്തിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതിനാണ് ഇന്യൂമറസി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറീസാണ് ഇതിനകത്ത് വരുന്നത്. തിയറീസ് ബിഹേവിയറൽ ഫിനാൻസ് തിയറീസ് നമ്മൾ പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോസ്പെക്ട് തിയറി, ദെൻ സെക്കൻഡ് വൺ ജഡ്ജ്മെൻറ്റ് അണ്ടർ അൺസർട്ടൈനിറ്റി വരുന്നുണ്ട്, ആൻഡ് തേർഡ് വൺ ഹ്യൂമൻ ഹ്യൂറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഇങ്ങനെ 3 തിയറീസാണ് പ്രധാനമായിട്ടും ഈ ഒരു ബിഹേവിയറൽ ഫിനാൻസിനകത്ത് വരുന്നത്. ആൻഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു CAPM പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 കൺസെപ്റ്റുകൾ കൂടി ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും. സാധാരണ ആയിക്കൊണ്ട് എക്സാമിനകത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ അല്ലെങ്കിൽ CML എന്ന് പറയുന്നത് അത് ഒരു ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേണും അതേപോലെ തന്നെ ടോട്ടൽ റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് CMLനകത്ത് ബോത്ത് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് CMLനകത്ത് സിസ്റ്റമാറ്റിക് ഉണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ടോട്ടൽ റിസ്ക്കും. ടോട്ടൽ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ റിസ്ക് എന്ന് പറയുക. ടോട്ടൽ റിസ്ക്കും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ CML ലൈൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനകത്ത് അവിടെ നമ്മൾ ആകെ സിസ്റ്റമാറ്റിക് റിസ്കിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ CML പറഞ്ഞ സമയത്ത് അവിടെ ബോത്ത് സിസ്റ്റമാറ്റിക്കും ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സിസ്റ്റമാറ്റിക് റിസ്കിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. SML കൺസിഡേഴ്സ് ഓൺലി സിസ്റ്റമാറ്റിക് റിസ്ക്. അവിടെ SML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അവിടെ മാർക്കറ്റ് ഇൻഡെക്സും അതേപോലെ ഈ റിസ്ക് ഫ്രീ റേറ്റും അതായത് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ആ ഒരു റേറ്റും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അവിടെ നമുക്ക് കാണാം SML ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ അറ്റ് എ ഗിവൺ ടൈം. അതായത് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക്കും അതേപോലെ തന്നെ റിട്ടേണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അവിടെ ഈ SML ലൈന് എന്ന് പറയുന്നത്. അവിടെ സ്ലോപ്പ് കാണുന്നുണ്ട്. SMLൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ RM - RF ആണ്. RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേൺ ആണ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയാം. അതേപോലെ തന്നെ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ്, ആ ഡിഫറൻസിനെ നമ്മളവിടെ സ്ലോപ്പ് ഓഫ് SML എന്ന് പറയുന്നത്. CMLൻ്റെ സ്ലോപ്പ് പറയുന്നത് RM - RF ഡിവൈഡഡ് ബൈ സിഗ്മ RM ആണ്. അതിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിന്നെ എക്സാമിനകത്ത് ചിലപ്പോൾ SMLും അതേപോലെ തന്നെ CMLും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം. ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇത് സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.